ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മസാലകളൊന്നും വഴറ്റി സമയം കളയാതെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷവർമ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ഷവർമ കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ, ഒട്ടും തന്നെ കട്ടയില്ലാതെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട്. പിന്നെ 1/3 കപ്പ് അളവിൽ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/3 കപ്പ് അളവ് തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വെജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കിയിട്ടും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1.5 കപ്പോളം ഫ്രൈ ചെയ്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോർമൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ഉപ്പ് കേട്ടോ, 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ചേർത്തിട്ടുള്ളൂ. കാരണം ഉരുളക്കിഴങ്ങിലും അത്യാവശ്യം ഉപ്പുണ്ട്, നമ്മൾ ചിക്കനിലും ഉപ്പും എരിവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയായി. മസാലകളൊന്നും വഴറ്റി ടൈം കളയേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഫില്ലിങ് അല്ലേ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുഴച്ച് സെറ്റാക്കിയതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. എപ്പോഴും നമ്മൾ റൗണ്ടിലല്ലേ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ വലുപ്പം, തിക്നെസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീരെ ചെറിയ സൈസ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഏകദേശം ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. വലുപ്പമുള്ളതാണെങ്കിൽ 2 അല്ലി മാത്രം മതി കേട്ടോ. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 1/4 കപ്പ് നേരെ പകുതിയോളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ള മയോണൈസിൻ്റെ അളവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മയോണൈസിൽ ഒരല്പം വെള്ളം ചേർക്കണം ലാസ്റ്റ്, കാരണം നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഓവർ തിക്കാവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസ് ആവാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് മയോണൈസ് റെഡിയാക്കി എടുക്കേണ്ടത്. അടുത്തത് തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷവർമ കട്ട്ലേറ്റ് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഷേപ്പ് ചെയ്ത കട്ട്ലേറ്റ് മയോണൈസിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ കട്ട്ലേറ്റ് എപ്പോഴും മുട്ടയിലല്ലേ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഷവർമ കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ മയോണൈസിൽ നിർബന്ധമാണ് ചെയ്തെടുക്കൽ. അതിനുശേഷം നോർമൽ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മയോണൈസിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത്, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1-2 ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഉള്ളൊന്നും ഒരുപാട് വേവാനില്ലല്ലോ, പെട്ടെന്ന് റെഡി ആയിട്ടും കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, നല്ല ഭംഗിയില്ല ഈ ഒരു ഷേപ്പ് ചെയ്തെടുത്തിട്ട് കഴിക്കാനും ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. കാരണം മസാലകളൊന്നും വഴറ്റി സമയം കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട്. നല്ല കിട്ടില്ല റെസിപ്പിയാണ് കേട്ടോ. ഇഫ്താർ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ല, നല്ല കിട്ടില്ല നൈറ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്